എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഇത് വെക്കാം, നെയ്ച്ചോറ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ചെറുപെടുത്ത് ഗ്യാസ് വെച്ചിട്ടുണ്ട്, ഒന്ന് കത്തിച്ചിട്ടില്ല തീയെ. പിന്നെ അതിന് വേണ്ടിയത് ഈ ബ്രമ്പയില, അത് പിന്നെ ഭക്ഷണയില, പിന്നെ നെടിതേല രണ്ട് കഷ്ണം, പിന്നെ ചക്കര ഇതേല 3 കഷ്ണം, പിന്നെ 4 ഏലക്ക ചതച്ചതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കൈമാ റൈസിൻ്റെ അരി മേടിച്ച് അത് കഴുകി എല്ലാം ഊറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഇത് ഉള്ളി, എത്ര ഉള്ളി ഇടുന്ന അതാണ് എൻ്റെ നെയ്ച്ചോറിൻ്റെ ഗുണം. അപ്പം നമ്മൾ ഒരു 30 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ആവശ്യത്തിന് നെയ്യും ഇച്ചിരി എണ്ണയും കൂടെ ആയിരുന്നു, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്യാസൊന്ന് അടുപ്പിലോട്ടൊന്ന് വെച്ച് ചരുവം വെച്ച് ഗ്യാസ് ഒന്ന് കത്തിക്കും. എൻ്റെ ലൈറ്റർ അങ്ങ് പോയി, ഞാൻ അതുകൊണ്ടാക്കി തീപ്പെട്ടി വെച്ച് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിനി ഈ വെള്ളമില്ല ഒന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് നമ്മുടെ നെയ്യൊന്ന് ഒഴിക്കാം. അപ്പം നമ്മുടെ ചരുവ ഒന്ന് ചൂടായെന്ന് തോന്നുന്നു. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിഞ്ഞു വറുത്ത് പോരാം. അപ്പം നമ്മുടെ ചരുവ ഒന്ന് മൂത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ നെയ്യൊന്ന് ഒഴിക്കും. ഞാനിത് ഉരുക്കിയ നെയ്യാണ്, ഉരുക്കിയതാണ്. അപ്പം അതിനകത്തോട്ട് നമ്മുടെ ഈ കിസ്മിസ് ഒന്നിട്ട് വറുത്ത് പോരാം. ഞാൻ ഇനി ചെറുത്ത് വെച്ചു. നമുക്ക് കിസ്മിസ് ഇഞ്ഞൊപ്പം വരും. നമ്മളിത് തീ ഒന്ന് കുറച്ച് വെച്ചേക്കും. കിസ്മിസ് എല്ലാം കൂടെ ഒന്ന് കോരി നമ്മൾ എടുത്തു. നമുക്കന്നേരം ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മളിട്ടിരുന്ന് ആദ്യം നമുക്ക് ഇതിടാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഏലക്കായും അതെല്ലാം കൂടെ പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഇടാം. അപ്പം ഞാൻ ജസ്റ്റ് ആ നെയ്ക്കകത്തോട്ട് തന്നെ ഇത് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ബ്രമ്പയിലയും കൂടി ഇടാം. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ അതിന് വേവിച്ച് ആ വെള്ളത്തിൽ വെച്ച് ചോറ് വേവിച്ചെടുക്കണമല്ലോ. അതിന് നമ്മൾ 2 സ്പൂൺ ഉപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇപ്പം ഞാൻ ഈ 2.5 ഗ്ലാസ് അരിയുണ്ട്, അതിന് ഞാൻ 4.5 ഗ്ലാസ് വെള്ളം അത് ഒന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചിട്ട് നമുക്ക് അരിയും കൂടെ അങ്ങോട്ട് ഇടണം. അപ്പം നമ്മൾ ആ നെയ്യുടെ ഇത് എത്രയും നെയ്യ് ചേർക്കുന്ന അത്രയും അതിൻ്റെ ഗുണം. ചോറിന് എത്ര നെയ്യുണ്ട് അത്രയും അതറിയില്ല. അപ്പം നമ്മൾ ചോറിന് നെയ്യ് ചേർത്തു. പിന്നെ നമ്മൾ ഉള്ളിയും നെയ്ക്കകത്ത് തന്നെ വഴറ്റി ചേർക്കുന്നത്. അപ്പോൾ അതുവരെ ഇതൊന്ന് അപ്പം നമുക്ക് നമ്മുടെ വെള്ളം നമ്മൾ വെച്ചിട്ട് നമ്മൾ തിളച്ച് നോക്കാം. അപ്പം വെള്ളം തിളയ്ക്കാറായി, നല്ലോണം വെള്ളം ഒന്ന് തിളയ്ക്കാറായി. ഇനി നമുക്ക് ഈ അരി നമുക്ക് അതിനകത്തോട്ടിടാം. അപ്പം കൈമാ റൈസിൻ്റെ നല്ല അരിയാണ്, കുഞ്ഞരി. അരിയെല്ലാം ഞാനൊന്ന് ഇട്ടു. ഇനി നമുക്കൊരു തവി കൊണ്ടൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ അരിയെല്ലാം നല്ലോണം അതൊന്ന് തിളച്ച് അവിടെ ഇരുന്ന് അതൊന്ന് വെന്തിട്ട് നമുക്ക് പകുതി വേഗമാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പം നമ്മുടെ അരിയെല്ലാം ഞാൻ തുറന്നൊന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യും, ഇതൊന്ന് പറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ അടുപ്പിലോട്ട് ഇതിപ്പം 3/4 വേവായി. ഇനി നമുക്കിതൊന്ന് മാറ്റി ഈ അടുപ്പിലോട്ടൊന്ന് മാറ്റി ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാം. അപ്പോഴത്തേക്ക് അതൊന്ന് വെന്തിരിക്കും. പിന്നെ നമുക്കതെടുത്തൊന്ന്
ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം പകുതിയോ കൂടുതൽ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിടും. നമുക്കത് ഈ പുറത്തെ അടുപ്പിലോട്ടൊന്ന് വാങ്ങി വെക്കാം. നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ആ ചോറൊന്ന് വാങ്ങി ഇങ്ങോട്ട് വെക്കാം. ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് ഇവിടെ വെക്കാം. അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. പിന്നെ അപ്പോഴത്തേക്ക് നമുക്കൊരു ഉരുളി എടുക്കാം. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കണമില്ലാതെ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്, ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നെയ്ക്കകത്ത് വേണം ഈ ഉള്ളി വറുത്ത് ചേർക്കാൻ. അപ്പം നമുക്ക് ഇച്ചിരേറെ നെയ്യ് വേണം. 3-4 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വറുത്ത് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായിരുന്നു. നമുക്ക് ആ ഉള്ളി ഒന്ന് ഇത്ര ഉള്ളി ഉണ്ട് അതൊന്ന് ഇടാം. നമുക്ക് ആ ഉള്ളി ഒന്ന് വറുത്തൊന്ന് ചേർക്കാം. ഈ ഉള്ളി ഒന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് ഒരു ശകലം ഉപ്പിട്ടാൽ നമ്മൾ ചോറിനകത്ത് ഉപ്പിട്ട് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും ഉപ്പുക നമുക്ക് ആ ഉള്ളി ചേർക്കാം. എന്നിട്ട് ഉള്ളി ഒന്ന് മൂക്കുന്നതിനെ വെച്ചിരിക്കും. അപ്പം നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഉള്ളി എല്ലാം നല്ലോണം മൂത്തുകയാണ്. അപ്പം നമുക്ക് ഈ ഉള്ളി ഇങ്ങോട്ടൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒന്ന് വെക്കണം. അപ്പം ചെറിയ സിമ്മിലാണ് ഞാൻ വെച്ച് തീ ഇട്ടത്. അപ്പം നമ്മുടെ ചോറ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിലോട്ടൊന്ന് വെക്കാം. വെച്ചിട്ട് നമ്മുടെ ചോറെല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഒരു ബ്രൻഡേലിട്ട്, പിന്നെ നമുക്ക് ഈ ഉള്ളി നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലായിരുന്നു, ആ ഉള്ളി നമുക്ക് ഈ ചോറിനകത്തോട്ട് ആ നെയ്യുമൊക്കെ ആയിട്ട് ഇതുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചോറിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടിയത് ഈ കിസ്മിസും ഒക്കെ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ചോറ് നമുക്കൊന്ന് തുറന്നു എല്ലാം നല്ലതായിട്ടിരിക്കുന്നു. അപ്പം നമുക്കതൊരു പാത്രത്തിലോട്ട് നിങ്ങളെ ഞാൻ ഇച്ചിരി എടുത്തിട്ടൊന്ന് കാണിക്കാം. നല്ല കൈമാ റൈസിൻ്റെ അരിയാണ് ഇത്. അതുകൊണ്ട് നല്ല നമ്മുടെ നെയ്ച്ചോറെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിളമ്പുമ്പോൾ നിങ്ങളെ കാണിക്കും. ഓക്കെ ബൈ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. നല്ലതാണ്. ഓക്കെ.